അപ്പൊ ആദ്യമായിട്ട് പ്രണയിച്ച കുട്ടിയാണോ ദേവിക നമ്പ്യാർ? ദേവിക നമ്പ്യാരുമായിട്ട് ഞാൻ പ്രണയം വർക്കായിട്ടില്ല. ഇനി വേണം പ്രണയിക്കാൻ. ഇനി വേണം കാരണം നമ്മൾ വളരെ യാദൃശികമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടു. അങ്ങനെ വന്നപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ കൊള്ളാം, കുഴപ്പമില്ല നമുക്ക് എന്നിട്ട് പോലും നമ്മൾ 3-4 മാസം എന്താണ് വേണോ വേണ്ടയോ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് ഇപ്പൊ കല്യാണം കഴിക്കൂ എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന് എനിക്കിപ്പോഴും ഞാൻ സെറ്റായി വരുന്നത്. ആക്ച്വലി എൻഗേജ്മെന്റ് കല്യാണം കഴിക്കാൻ എപ്പോഴാണ് പിന്നെ തീരുമാനിച്ചത്? ആരാണ് അതിന് നമ്മൾ എൻഗേജ്മെന്റിന് ഒരു 1.5-2 മാസം മുന്നെയാണ് തീരുമാനം എടുത്തത്. ആര് തീരുമാനിച്ചു? ദേവികയോ വിജയോ അതെയോ ദേവികയുടെ വീട്ടുകാരോ? ദേവികയാണ് തീരുമാനം. ദേവിക എപ്പോഴെങ്കിലും പറഞ്ഞോ ശരി എന്തെങ്കിലും ആവട്ടെ മാഷെ നമുക്ക് അങ്ങ് കല്യാണം കഴിക്കാം എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം അവൾ അങ്ങനെ പറയൂ. എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഫോണിലൂടെയാണോ പറഞ്ഞത് നേരിട്ടാണോ പറഞ്ഞത്? അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ? ഇത് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇനി മാറാനൊന്നും പോകുന്നില്ല, സാധ്യത വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഓക്കെയാണ് ഉറപ്പാണെന്ന് 100%. കാരണം ഇതിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് അപ്പം ഇതാണ് ഡീല്. പിന്നെ ഇതൊക്കെയാണ് നമ്മള്. ഓക്കെ ആണെങ്കിൽ മതി, ഇല്ലെങ്കിൽ സെറ്റ്, ഇല്ലെങ്കിൽ ദേവിക എന്ത് പറഞ്ഞു? മാഷ ഇപ്പം നമ്മളിപ്പം 2-3 മാസമായിട്ട് ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. ഇപ്പം മാഷിന്റെ ഏകദേശം സ്വഭാവം എനിക്കും അറിയാം, എൻ്റെ സ്വഭാവം താങ്കൾക്കും അറിയാം. നമുക്ക് ആലോചിച്ച് നോക്കാം പ്രശ്നം. അല്ല ആലോചിക്കലല്ല ദേവിക, നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ, നിങ്ങൾ 2 ദിവസം സമയം എടുത്തോ, നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയും. എനിക്ക് വേണ്ടെന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പുള്ളി എപ്പോഴും അതേ പറയുള്ളൂ. എൻഗേജ്മെന്റിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ മാഷിനോട് വിളിച്ചു പറഞ്ഞത് ദേവിക അങ്ങോട്ട് കലങ്ങുന്നില്ല, നിങ്ങൾ ഓക്കെ അല്ലേ? നല്ലോണം കലക്കി ഒരെണ്ണം കൂടി പറഞ്ഞു മാഷ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഡിസൈഡ് ചെയ്യാം. നമുക്കിപ്പോ എൻഗേജ്മെന്റേ കഴിഞ്ഞില്ല, മാഷ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല എല്ലാരും അറിഞ്ഞ ഫോട്ടോ ഒക്കെ. അല്ല അത് കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പൊ വെച്ചിട്ട് നിർത്തുന്നത്. കാരണം ഇതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത് പലർക്കും ഉള്ള എന്റെ ഉപദേശം എന്ന് പറയുന്നില്ല. ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ചിന്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യരുത്. പിന്നെ ഒരു 25 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഡിവോഴ്സ് വേണം, നിങ്ങളെല്ലാം ഈ സ്ഥിരം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ അത് വേണ്ടല്ലോ. 2 കാര്യമാണ് പുള്ളിക്കാരോട് എപ്പോഴും പറയുന്നത്. നമുക്ക് വേണ്ടത് രണ്ടും, ഒന്ന് ഹാപ്പിനെസ്, പിന്നൊന്ന് പീസ്ഫുൾ. ഇത് രണ്ടും ഇല്ലാതെ ഞാൻ എന്ത് പാട്ടുകാരനായിട്ടോ വലിയ കോടീശ്വരനായിട്ടോ ഒരു കാര്യമില്ല. കിടന്നാ അപ്പൊ ഉറങ്ങാൻ പറ്റണം. ഇത്ര പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ ലയം ഇച്ചിരി വ്യത്യാസമാണ്. പീസ്ഫുൾനെസ് അല്ലേ നമുക്ക് വേണ്ടത്. അതോടെ മാഷ് ദേവിക നമുക്ക് വേണ്ടത് എന്താ? ഹാപ്പിനെസ്, പീസ്ഫുൾനെസ്. നിങ്ങൾ ഓക്കെ ആണോ പറ, അല്ലെങ്കിൽ വേണ്ട പോവാ. ഇതാണ് ഞാൻ പറയും മാഷെ ആ ടോൺ ഒന്ന് മാറ്റോ. ഇപ്പൊ മാറിയിട്ടുണ്ട്, ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പൊ മാറി.